വൈറ്റമിൻ D3 കുറവുണ്ട് നോക്കിയപ്പോഴത്തേക്കും. അപ്പോൾ നേരത്തെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് ഇതാകുമ്പോഴത്തേക്കും ജ്യൂസ് പരുവത്തിന് കുടിക്കാമല്ലോ, ഇച്ചിരി കൂടി ഈസിലി. അത് എഫർവെസൻ ടാബ്ലറ്റ് ആണ്, നമുക്ക് അലിയിപ്പിച്ച് കഴിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇടാം. ഓക്കെ, എന്നാൽ കുടിച്ചേക്കാം. അടിപൊളി. ഞാൻ അതിൻ്റെ ബോട്ടിലിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റമിൻ D3 ടാബ്ലറ്റ്. വൈറ്റമിൻ D3, വൈറ്റമിൻ K2, പിന്നെ ഷുഗർ ഇല്ലാത്ത ടൈപ്പാണ്. അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻ്റൊന്നും കഴിക്കേണ്ട കുഴപ്പമില്ല. കാൽസ്യം, മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും ബോൺ ഹെൽത്ത് അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഈ വൈറ്റമിൻ D3 കുറവുണ്ടെങ്കിൽ മുടിയൊക്കെ നന്നായിട്ട് പോകും. അതുപോലെ ബോൺ ഹെൽത്തും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വൈറ്റമിൻ D3 ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും വൈറ്റമിൻ D3 കുറവാണ്, ബാക്കിയെല്ലാം നോർമലാണ്. അപ്പോൾ വൈറ്റമിൻ D3 ഇതാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ 20 എണ്ണത്തിൻ്റെ ടാബ്ലറ്റ് ചെയ്ത് ഡെയിലി ഓരോന്ന് വെള്ളത്തിട്ട് അങ്ങ് കുടിച്ച് 1 മാസം കഴിക്കുക, പിന്നെ 1 മാസം ഗ്യാപ്പ് എടുക്കുക, പിന്നെ അടുത്ത 1 മാസം കഴിക്കുക. അങ്ങനെ ഒരു 4 മാസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ വൈറ്റമിൻ D3 കയറി വരും. പിന്നെ പോയി ടെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ മിനിമം 20 അങ്ങനെ വേണ്ടും സംഭവം വേണം. എനിക്ക് തീരെ കുറവാണ്, 20 അല്ല 30+ വേണം തോന്നുന്നു. എനിക്ക് 20 ഉള്ളൂ. അപ്പോൾ അത് ലോയാണ്, അത് കയറ്റി 30-ന് മുകളിൽ കൊണ്ടുവരാം നമ്മൾ. അപ്പം നല്ലൊരു സംഭവം കേട്ടോ. ഇത് അപ്പോളോയുടെയാണ്, അപ്പോളോ ഫാർമസിയുടെ കേട്ടോ. അവർ തന്നെ ഒത്തിരി വിലയൊന്നുമില്ല, 170 രൂപ അങ്ങനെ റേഞ്ച്. 20 ടാബ്ലറ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇത് നല്ല ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇതൊക്കെ കഴിക്കാവുള്ളൂ. ഞാൻ ഡോക്ടറെ കണ്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണ് കുറവെന്ന് കണ്ടുപിടിച്ചതിന് മാത്രമാണ് ഇതൊക്കെ കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ചുമ്മാ ഇത് പരസ്യം കണ്ടെന്ന് എഴുതി ആരും പോയി മേടിച്ച് കഴിക്കരുത്. അപ്പോൾ അത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് മാത്രം, നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് അവരുടെ ഉപദേശപ്രകാരം മാത്രമേ ഇതൊക്കെ കഴിക്കാവുള്ളൂ. ഓക്കെ, എന്നാൽ ശരി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും. അപ്പോൾ മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങളുടെ പിന്തുണ വേണം. ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ദയവായി എല്ലാവരും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.